വല്യമ്മേ? തന്തയെ കാണണമെന്നും പറഞ്ഞ് രണ്ടെണ്ണം കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏത് രണ്ടെണ്ണം? മാതാ കൃതികാദേവിയും രാജു സന്യാസിയും. വ്രതം അനുഷ്ഠിക്കണമെന്നും പറഞ്ഞാ ഞാൻ അയച്ചിരിക്കുന്നത്. പ്രതാപൻ കാണണമെന്ന് പറഞ്ഞിട്ടാണോ അവര് വരുന്നേ? എന്നാ ഞാൻ കേട്ടത്. ദേ അംബികെ, ഇവിടെ ഞാൻ വരച്ച വരയിലാ രണ്ടെണ്ണത്തിനെ നിർത്തിയിരിക്കുന്നത്. അതും പാവപ്പെട്ട ഹനുമാൻ സ്വാമിയുടെ പേരില്. അവിടെ വരുമ്പോ അംബിക നോക്കിക്കോണേ, ചിമുങ്ങാൻ അനുവദിക്കരുത്. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഏറ്റു. ചെയ്താ നിനക്ക് കൊള്ളാം. ഞാൻ ഈ ചെയ്യുന്നത് കാശിന് മാത്രം. അതൊക്കെ ചേച്ചിയുടെ തോന്നല. എനിക്കങ്ങനെ ക്ഷീണമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിന്നെ കണ്ടിട്ട് ചേച്ചിക്ക് സഹിക്കുന്നില്ല മോനെ. നിന്റെ ഉള്ളില് വല്ലാത്ത സങ്കടമുണ്ട്. അല്ലെങ്കിലും എങ്ങനെ മനസമാധാനം കിട്ടും? ചങ്ക് തകർത്തിട്ടല്ലേ ആ വൃത്തികെട്ടവള് പോയത്. ദ്രോഹി പത്മ, അവൾ ഇടിവെട്ടി ചാവത്തേ ഉള്ളൂ. ചേച്ചി, അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം 10 ആയില്ലേ? ഞാനൊന്നും ഇപ്പൊ ഓർക്കാറേ ഇല്ല. ഓർക്കണ്ടല്ലോ. ഇതൊക്കെ ഓർത്തിട്ടാണോ മനസ്സിലിങ്ങനെ തെകട്ടി തെകട്ടി വരുന്നേ? ഇതുപോലെ ഹൃദയം നുറുങ്ങുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മള് വല്ലാണ്ട് വിഷമിക്കുകയും ചെയ്യും. ഞാൻ അതൊക്കെ ആയിട്ടങ്ങ് പൊരുത്തപ്പെട്ടു ചേച്ചി. ഇപ്പൊ അതൊക്കെ ഓർത്ത് അങ്ങനെയൊന്നും വേദനിക്കാറില്ല. നീ അങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെടാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നിന്നെയും പത്മയെയും തമ്മിലകറ്റാൻ ഞാൻ വച്ചൊരു കെണിയാണത്. നീ എന്നും അതിനെപ്പറ്റി ഓർത്ത് നീറണം. മുറിയിൽ ചെന്നിട്ടേ എനിക്ക് കിടക്കാനും ഇരിക്കാനും തോന്നുന്നില്ല. സങ്കടപ്പെടുന്ന നിന്റെ മുഖമാ മനസ്സിൽ വരുന്നേ. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ അത് ഈ ചേച്ചിയോട് പറയണം. എനിക്ക് ഈ ചേച്ചിയുണ്ട്. ചേച്ചി എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയാ ഈ ചേച്ചി ജീവിച്ചത്. നിന്റെ പ്രശ്നം എന്റെയും പ്രശ്നം തന്നെയാ. നിനക്കെന്തെങ്കിലും സംഭവിച്ച വിഷമിക്കാൻ ഞാനേ ഉള്ളൂ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് മനസ്സിലൊന്നും കൊണ്ടു നടന്ന് നീ വേദനിക്കരുത്. എല്ലാം ചേച്ചിയോട് ഷെയർ ചെയ്യണം. ശരി ചേച്ചി. സ്നേഹം തോന്നുമ്പോഴൊക്കെ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയുടെ മുഖം എന്റെ മനസ്സിൽ വരും. അപ്പോ എനിക്ക് നിന്നോട് ദേഷ്യം വരും. എന്റെ മോളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ തന്നെ എനിക്ക് പേടി വരിക. എന്നൊക്കെ ഞാൻ നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? അപ്പോഴൊക്കെ ആ പത്മയുടെ പേര് നീ പറയുകയോ അറിയാതെ വന്ന് ചേരുകയോ ചെയ്യും. അപ്പോഴൊക്കെ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നും. അങ്ങനെ അങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ നിന്നോട് അകലും. മോളെ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഉണ്ടാവുമോ മോളെ? ഇനി അങ്ങനെ ഉണ്ടാവുമോ? ഇല്ലച്ച.
അങ്ങനെയൊന്നും വെറുതെ പറഞ്ഞാൽ പറ്റില്ല. അച്ഛന്റെ ഒരു സ്വാർത്ഥതയാണെന്നും കരുതരുത്. അവളെക്കുറിച്ച്, ആ പത്മയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. അച്ഛന് വാക്കതാ. ഇനി അവളെ കുറിച്ചൊരു വാക്ക് പോലും ചൊല്ലില്ലെന്ന് ഈ അച്ഛന്റെ കൈ തൊട്ട് സത്യം ചെയ്യും. സത്യം ചെയ്യും. ഇല്ലച്ചാ, അച്ഛനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യില്ല. അച്ഛന് വളരെ സന്തോഷമായി മോളെ.